സുഹൃത്തുക്കളെ, കണ്ണുകെട്ടിയ മലയാളി എന്ന ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തന്നെയുമല്ല, കഴിഞ്ഞ ഒരു മാസമായി പത്രമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചയും ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മാർച്ച് മാസം ഏതാണ്ട് അവസാനത്തോട് കോതമംഗലത്ത് വെച്ച് AT കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുകയുണ്ടായി. ഡോക്ടർ KS ഡേവിഡ് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അവിടെ വെച്ച് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒരു മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ഒരു ടീം ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്ന് അത് കണ്ണുകെട്ടി വായിക്കാനുള്ള അത്ഭുത ശക്തിയുണ്ട്, അത് കാണിക്കാനൊരു അവസരം കൊടുക്കണം എന്ന് അതിൻ്റെ സംഘാടകരോട് പറയുകയുണ്ടായി. ഇത്തരം ആൾക്കാരുടെ തട്ടിപ്പുകൾ വളരെ ബോധ്യമുള്ളത് കൊണ്ട് അതിൻ്റെ സംഘാടകർ എന്ന് പറഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം എന്ന് പറഞ്ഞു. ഇതൊരു തട്ടിപ്പാണ് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് നമ്മളത്ര കാര്യമാക്കാൻ പോയില്ല. പക്ഷേ അവരുടെ ആൾക്കാർ കൊച്ചുകുട്ടികളുടെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലയിലോട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ ഷിബു എരമല്ലൂരിൻ്റെ നേതൃത്വത്തിൽ കണ്ണുവെട്ടി വായിക്കാൻ ആ കുട്ടി ശ്രമിച്ചു. പക്ഷെ അതിന് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സംഘാടകർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ കൂടി നിന്നതുകൊണ്ടും കുട്ടി വല്ലാതെ പേടിച്ചതുകൊണ്ടുമാണ് ഇത് വായിക്കാൻ പറ്റാഞ്ഞത്. സാധാരണ ഇത് വായിക്കാറുണ്ട് എന്ന്. പത്രം വായിക്കും എന്ന് പറഞ്ഞു. ചെറിയ ലെറ്റർ കൊണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഷിബു പറഞ്ഞു, ചെറിയ ലെറ്റർ വായിക്കേണ്ട, ഹെഡിങ് മാത്രം വായിച്ചാൽ മതിയെന്ന്. പക്ഷെ കുട്ടിക്ക് ഹെഡിങ്ങും വായിക്കാൻ പറ്റിയില്ല. യുക്തിയും പത്രാധിപർ ഡോക്ടർ C വിശ്വാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം പത്രലേഖകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി കാര്യമായ അറിവില്ല. അത്യാവശ്യം വർണ്ണശബളമായ രീതിയിൽ പോസ്റ്ററുകളും ബ്രോഷറുകളും എല്ലാം എടുത്ത് സാമാന്യം നല്ല രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ തളിച്ചു വളർന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇതിനൊരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ കണ്ണുകെട്ടി കുട്ടികൾ ഇത് വായിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അദ്ദേഹം ഫിറയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ നരേന്ദ്ര നായിക്കുമായി ചേർന്നിട്ടാണ് ഈ വെല്ലുവിളി നടത്തിയത്. ഇത് ഫേസ്ബുക്കിലും മറ്റും വളരെയധികം പ്രചാരണം കിട്ടി. ഇത് അറിഞ്ഞുകൊണ്ടാകാം കൊല്ലത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇഞ്ചീനിയൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വക്താവ് ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഡോക്ടർ വിശ്വനാഥന് മെയിൽ അയക്കുകയും വെല്ലുവിളി സ്വീകരിച്ചവരുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ കോഴിക്കോട് വെച്ച് പ്ലാൻ ചെയ്ത ഈ പരിപാടി വളരെയധികം ഭംഗിയായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. പരിപാടി നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം ഡോക്ടർ വിശ്വനാഥന് ഒരു ഇമെയിൽ അയച്ചു. ചില സാങ്കേതിക കാരണങ്ങൾ പുള്ളിയുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. സാങ്കേതിക കാരണം പറഞ്ഞത് കുട്ടികളുടെ രക്ഷകർത്താക്കൾ വിസമ്മതിക്കുന്നു എന്നതാണ്. ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിതൊരു പുതുമയായി തോന്നിയില്ല. പക്ഷേ പരിപാടി അവിടെ വളരെ ഭംഗിയായി നടന്നു. കണ്ണുകെട്ടി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാത്ത സാധാരണ കുട്ടികളെ കൊണ്ട് ഡോക്ടർ നരേന്ദ്രൻ നായിക്ക് കാണിച്ചു കൊടുത്തു. വീണ്ടും ചില കുട്ടികളുടെ രക്ഷകർത്താക്കൾ, അതായത് മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വേദിയിൽ കാണിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഏതാണ്ട് ഇതേ അവസരത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാനായിട്ട്, അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മാജിഷ്യൻ മുതുകാടിനെ സമീപിക്കുന്നത്. അദ്ദേഹം അവരെ വിളിക്കുകയും അദ്ദേഹത്തെ അവർ കാണുകയും ഇതുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മാജിക്കിൻ്റെ കല എന്താണെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് ഇതിൻ്റെ തട്ടിപ്പ് വളരെയധികം ബോധ്യപ്പെടുകയും ആ കുട്ടികൾ ചെയ്യുന്നത് തനി മാജിക്കാണെന്ന് മനസ്സിലാക്കുകയും
അദ്ദേഹം ആ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയും പകരം അദ്ദേഹം ഈ വിവരം ജനങ്ങളെ അറിയിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം വെക്കുകയും ആ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഈ പരിപാടി പൊളിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ മാധ്യമങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ ഇതിന് പ്രചരണം കൊടുത്തു. മനോരമ അടക്കമുള്ള പത്രങ്ങൾ, ലേഖനങ്ങളും മറ്റു പത്രങ്ങളിൽ വാർത്തകളും എല്ലാം സജീവമായി. വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയം എന്ന് പറയുന്നത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു ചാകരയാണ്. ആ സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു പ്രഹരം അവർ കേൾക്കേണ്ടി വന്നത്. യുക്തിവാദ പഠന കേന്ദ്രം ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. കാരണം ഇത്രയൊക്കെ പത്രങ്ങളിൽ വന്നിട്ടും ടി വിയിലെ ന്യൂസുകൾ വന്നിട്ടും ഇതൊന്നും അറിയാതെ നല്ലൊരു ശതമാനം ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പലരോടും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വന്നിട്ടുള്ളവരെ ഞാൻ പരിചയപ്പെടുത്താം. ഷിബു എരമല്ലൂർ. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്നത് കണ്ണൻ കീച്ചേരി ആണ്. കണ്ണൻ കീച്ചേരിയും ഏതാണ്ട് കുറച്ച് നാളുകളായി ഈ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റീസുകാരുടെ പ്രവർത്തനം വളരെയധികം പരിശോധിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അനു വിനോദ് യുക്തിയുഗം മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് അനു വിനോദിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശൂരനാട് ഗോപൻ കേരള യുക്തിവാദ സംഘത്തിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. വളരെ വർഷങ്ങളായി ദിവ്യാത്ഭുതങ്ങൾ അനാവരണം ചെയ്ത് ഇവിടുത്തെ മനുഷ്യദൈവങ്ങളുടെയും അതുപോലുള്ള തട്ടിപ്പുകാരുടെയും തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മാജീഷ്യനും കൂടെയാണ്. അദ്ദേഹമാണ് ഇന്ന് ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ശൂരനാട് ഗോപനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സാധാരണ യുക്തിവാദി പ്രവർത്തകർ ഏറ്റെടുക്കുന്ന വിഷയങ്ങളൊക്കെ കുറച്ചുനാൾ മുമ്പ് വരെ മതം, വിശ്വാസം, ദൈവം, ആത്മാവ്, കുട്ടിച്ചാത്തൻ, പ്രേതം ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ധാരണകളുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചി കേരളത്തിലെ യുക്തിചിന്തയുടെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഹബ്ബായിരുന്നു കൊച്ചി. കേരളത്തിൽ യുക്തിചിന്ത മുളച്ചു വന്നത് പോലും കൊച്ചിയും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള സഹോദരൻ അയ്യപ്പൻ്റെ നാട്, സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, ഡോക്ടർ PP ആൻ്റണി, അതുപോലെ കേരളത്തിൽ അന്നത്തെ സഹോദര സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ എറണാകുളം, കൊച്ചി കേന്ദ്രമായി ഒരു 70 വർഷം മുൻപ് തന്നെ യുക്തിചിന്തയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി തുടങ്ങി വച്ചിരുന്നു. അങ്ങനെയുള്ള കൊച്ചിയാണ് ഇന്ന് അശാസ്ത്രീയമായ തട്ടിപ്പിൻ്റെ, അയുക്തിയുടെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായി മാറിയിരിക്കുന്നത് എന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ ഇന്നിവിടെ നിലനിൽക്കുന്നു. കൊച്ചി മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാം. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അല്പം കൂടുതലാണ്. ഈ അടുത്ത സമയങ്ങളിൽ പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, യുക്തിവാദികൾ എന്താണ് ഇപ്പോൾ ഈ വിശ്വാസവും ദൈവവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റു വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്? ഇന്നിപ്പോൾ സ്വീകാര്യത കൂടുന്നതിന് വേണ്ടി, ഒരുപക്ഷെ പെട്ടെന്ന് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി അന്ധവിശ്വാസങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മതപരമായ അന്ധവിശ്വാസവും മതേതര അന്ധവിശ്വാസവും, സെക്യുലർ സൂപ്പർസ്റ്റിഷൻസ്. വിൽക്കാൻ എളുപ്പമാണ്. മതപരമായ അന്ധവിശ്വാസമാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞാലോ, ശബരിമലയിലെ പരുന്ത് പിറക്കൽ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ദിവ്യാത്ഭുത അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിലെ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞാലൊക്കെ പെട്ടെന്ന് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. കുറേ ആളുകളെങ്കിലും അത് വാങ്ങാനില്ല. പക്ഷേ അശാസ്ത്രീയ ചികിത്സാ സമ്പ്രദായങ്ങൾ, ഒറ്റമൂലി മരുന്നുകൾ, ബുദ്ധി വികസിക്കുന്ന മരുന്നുകൾ, ഇതുപോലെയുള്ള ചില കോഴ്സുകൾ, ഇതൊക്കെ യുക്തിപരമാണോ അയുക്തിപരമാണോ എന്ന് മനസ്സിലാക്കുന്നത് അല്പം ദുഷ്കരമാണ്. ആ ദുഷ്കരമായ അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെ തലപൊക്കുന്നത്.
ശ്രീ ബാബു സൂചിപ്പിച്ചതുപോലെ ഏതാനും വർഷങ്ങളായി ഈ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി കേരളത്തിൽ സജീവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ കുറെ കൂടി മുൻപേ ഇടപെടേണ്ടതാണ്. കുറച്ചുനാൾ മുൻപ് നമ്മളിൽ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ എരമല്ലൂരിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്നും അധികം അകലെയില്ലാത്ത ചേർത്തല, അവിടെ കേന്ദ്രമാക്കി നിങ്ങൾക്കറിയാം രാജൻ പി ദേവ് എന്ന് പറയുന്ന ഒരു മഹാനായ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സിനിമ നാടക ട്രൂപ്പ് അവിടെ ഉണ്ട്, ചേർത്തലയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് ആ ഓഡിറ്റോറിയമൊക്കെ അവിടെ ഇപ്പോൾ മറ്റു ചില ആളുകൾ ഏറ്റെടുത്ത് നടത്തുന്നു. അവിടെ കേന്ദ്രമാക്കി കഴിഞ്ഞ കുറേ കാലമായി വ്യാപകമായ ഇതിൻ്റെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ എരമല്ലൂരിൽ ഒരു ചെറിയ പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ DTP എടുത്തിരിക്കുന്ന ഒരു A4 സൈസ് ഒരു ബോർഡ്. മേക്ക് യുവർ ചൈൽഡ് എ ജീനിയസ് ഇൻ 2 days. ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ കുട്ടിയെ 2 ദിവസം കൊണ്ട് ജീനിയസ് ആക്കാൻ, ഒരു പ്രതിഭാശാലിയാക്കുക. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഫോൺ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ യാദൃശ്യമായി മറ്റൊരു ആൾ വന്നിട്ട് എന്നോട് പറയുന്നു, അരൂരിലൊരു സ്ഥാപനമുണ്ട് കുട്ടികളുടെ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നത്, അവിടെ കോഴ്സ് നടക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ചേർത്തല, ഇടപ്പള്ളി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ കേന്ദ്രമാക്കിയ പല സ്ഥാപനങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരണം നടക്കുന്നത്. ഇത് ജനുവരിയിലായിരുന്നു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണേണ്ടതായിരുന്നു. പക്ഷേ അത്ര വലിയ ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് ഉള്ള ധാരണ നമുക്കുണ്ടായിരുന്നില്ല. ഞാൻ ഗോപനെ വിളിച്ചു പറഞ്ഞു, ശരി നമുക്കത് നേരിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ചേർത്തലയിൽ ചെന്നിട്ട് ഞാനൊരു ഇതിൽ താല്പര്യമുള്ള ഒരു രക്ഷകർത്താവായി അഭിനയിച്ചുകൊണ്ടാണ് ചെന്നത്. 1.5 മണിക്കൂർ നേരമാണ് എന്നെ ഇരുത്തി അതിൻ്റെ പ്രവർത്തകൻ ക്ലാസ് എടുത്തത്. നമ്മൾ ആരും അല്ലാതെ സാധാരണ രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ തലച്ചോറിൽ പേറിക്കൊണ്ടു പോകുന്ന ഒരാളാണതെങ്കിൽ അയാളെ നല്ല ഒന്നാന്തരം വിശ്വാസിയാക്കി മാറ്റുവാൻ, അതിൻ്റെ ഒരു പ്രവർത്തകനാക്കി മാറ്റുവാൻ കഴിയുന്ന രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് ആണ് അവരവിടെ നടത്തുന്നത്. സാധാരണ മുറിയിൽ പോലും ഇരുത്തിയല്ല എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. അതിനുവേണ്ടി അകത്തൊരു സ്വകാര്യ മുറിയിൽ കൊണ്ടുപോയി ഒരു ഹിപ്നോട്ടിക് അവസ്ഥ അവിടെ വെച്ചാണ് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നത്. ഒരു കുട്ടിയെ കൊണ്ടുവന്ന് 1-2 ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി അവിടെ വെച്ച് ഞാനിത് മനസ്സിലാക്കുന്ന ആളെന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ട് അവസാനം നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, തിരിച്ചിറങ്ങി പോരുമ്പോൾ ഒരല്പമെങ്കിലും നമുക്ക് നമ്മളോട് നീതി കാണിക്കണമല്ലോ. അതുകൊണ്ട് ആ കുട്ടിയുടെ 1-2 കാര്യങ്ങൾ എന്നെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ അനുവദിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പർശനത്തിൽ കൂടി ഈ കാർഡ് ഏതാണെന്ന് തിരിച്ചറിയുന്നു കുട്ടി, ശബ്ദത്തിൽ കൂടി തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ സ്പർശിക്കുമ്പോൾ കാർഡ് മുൻവശത്ത് വെക്കാതെ കുട്ടിയുടെ ഇടതുവശത്തുള്ള ടേബിളിൽ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചിട്ട് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഫെയിലായി. എന്തെഴുതി കൊടുത്താലും വായിക്കും. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു വാക്കെഴുതി ട്രൂത്ത്, TRUTH, സത്യമാണല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത്, അതുകൊണ്ട് തന്നെ ട്രൂത്ത് എന്ന് എഴുതി. കുട്ടിയുടെ കണ്ണിന് നേരെ വെച്ച് നോക്കിയപ്പോൾ വായിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞത് ഈ കുട്ടിക്ക് വെറും 6 മാസത്തെ മാത്രമേ ട്രെയിനിങ് കിട്ടിയുള്ളൂ. 2 വർഷം ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ ഇടപ്പള്ളിയിലുണ്ട്, അവരെ കൊണ്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഗോപന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗോപൻ ഇതുപോലെ തന്നെ അഭിനയിച്ചു. അദ്ദേഹം ഗോപനെ കൂട്ടി ഇടപ്പള്ളിയിൽ പോയി അവിടെ ചെന്ന്, അത് വേണമെങ്കിൽ ഗോപൻ വിശദീകരിക്കും, അവിടെ ഇത് കാണിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനം വളരെ വ്യാപകമായിട്ട് കുറേ നാളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന ഒരു വീഴ്ചയാണ്. അപ്പോൾ എല്ലാ വിശ്വാസ പ്രമാണത്തിൻ്റെയും ഇതൊരു കൾട്ട് തന്നെയാണ്, ഇതൊരു വിശ്വാസ ഗ്രൂപ്പാണ്. വിശ്വാസ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരാൾ അതിനകത്ത് കുടുങ്ങിയാൽ അയാൾ അന്ധമായിട്ട് ആ ഗ്രൂപ്പിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യദൈവത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വാസ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളും അറിഞ്ഞോ അറിയാതെയോ അതിൽ വീഴുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പെട്ടുകിടക്കുന്ന രക്ഷകർത്താക്കൾ വളരെ ശക്തമായിട്ട് അന്ധമായിട്ട് ഇതിനു വേണ്ടി വാദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഗോപനോടൊക്കെ അന്ന് പറഞ്ഞത് സാമാന്യം നല്ലൊരു കമ്മീഷൻ കൊടുക്കാവുന്നതാണ്. 25,000 രൂപയാണ് ഒരു കുട്ടിയുടെ കോഴ്സ് ഫീസ് എന്നാണ് അറിഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വേറെ ധാരാളമുണ്ട്. പക്ഷെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഏറ്റെടുക്കേണ്ട ഈ പണി നമ്മൾ ചില ആളുകൾ മാത്രം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയും
ഇതുമായി ബന്ധപ്പെട്ട് ബാബു സൂചിപ്പിച്ചതുപോലുള്ള വെല്ലുവിളി കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ കൊല്ലത്തുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മളുടെ ഈ സ്വതന്ത്ര ചിന്തകരല്ലാതെ മറ്റുള്ള ആരുമില്ലാത്ത ഒരവസ്ഥയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ചുരുങ്ങിയ ആളുകളുടെ മുന്നിലെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിച്ച് കൊടുത്തില്ല എങ്കിൽ നമ്മൾ നമ്മോട് കാണിക്കുന്ന നീതികേടായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന നീതികേടായിരിക്കും. നമ്മളുടെ 3-4 കുട്ടികളുണ്ട്, ഞങ്ങളുടെ ഒക്കെ മക്കൾ ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഈ കുട്ടികൾക്ക് ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ, മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ പറയും, ഈ ഒരു ആക്ടിവേഷൻ നടത്തപ്പെട്ടിട്ടില്ലാത്ത സാധാരണ കുട്ടികളാണ്. ഈ കുട്ടികളെ കൊണ്ട് കണ്ണ് കെട്ടി ചില പ്രവർത്തികൾ ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കും. ഞങ്ങളിവിടെ ഡെമോൺസ്ട്രേഷൻ നടത്താം, അത് ചെയ്യാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകും. എന്താണ് ഈ പ്രക്രിയയുടെ ഈ പ്രതിഭാസത്തിൻ്റെ രഹസ്യമെന്ന് കുട്ടികൾക്ക് അതിനുള്ള പരിശീലനം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശീലനം കൊടുത്ത നമ്മുടെ സുഹൃത്ത് മജീഷ്യനുമായ ഗോപൻ അത് വിശദീകരിക്കേണ്ടത്. ഈ രീതിയിൽ ഇടമറുകിൻ്റെ ഒരു പുസ്തകത്തിൽ ദൈവം മിഥ്യ എന്ന പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും അവസാനം അദ്ദേഹം എഴുതി നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസ രോഗത്തിൽ നിന്നും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിശ്വാസത്തിന് വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതൊരു സാമൂഹ്യ വിപത്തായി മാറും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് അദ്ദേഹം എഴുതി നിർത്തുന്നു. ഈ അടുത്ത സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കാൻ അവസരം കിട്ടി. ഒരല്പം ദുഃഖത്തോടെ തന്നെ ഞാൻ അവസാനം അത് ചോദിക്കുന്നു. കാരണം പരിഷത്തിൻ്റെ പ്രവർത്തകൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവിടെ പറഞ്ഞത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരിപാടി. അദ്ദേഹം പറഞ്ഞു, വിശ്വാസം 2 തരമുണ്ട്, നല്ല വിശ്വാസവും അന്ധവിശ്വാസവും. നമ്മൾ അന്ധവിശ്വാസത്തെയാണ് എതിർക്കേണ്ടത്. എനിക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ തോന്നി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വക്താവ് പറയുന്നു, എല്ലാ വിശ്വാസങ്ങളെയും എതിർക്കേണ്ടതില്ല. ഇവിടെയാണ് അപകടം. പുരോഗമന പ്രസ്ഥാനങ്ങളും ശാസ്ത്രബോധ പ്രവർത്തനം നടത്തേണ്ടവരെന്ന് നമ്മൾ വിചാരിക്കുന്ന കരുതപ്പെടുന്ന പ്രസ്ഥാനങ്ങളും അവരുടെ പണി ഉപേക്ഷിച്ചു പോയി. അതാണ് ഡോക്ടർ വിശ്വനാഥിൻ്റെ ഒരു വളരെ മനോഹരമായ പ്രസൻറ്റേഷനുണ്ട്, യൂട്യൂബിലുണ്ട്. നമ്മളിൽ പലരും അത് നേരിട്ട് കണ്ടതാണ്, കേട്ടതാണ്. ശാസ്ത്രം കൈയൊഴിഞ്ഞ ശാസ്ത്ര പ്രചാരകർ. അത് കാണണം. 1 അല്ല 10 അല്ല 100 വട്ടം കാണണം. ഇതുപോലെയുള്ള തട്ടിപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുന്നത് നമ്മുടെ ഉദാസീനതയാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചയാണെന്നുള്ള ബോധത്തിലേക്കാണ് കണ്ണൻ്റെ പ്രഭാഷണം അവസാനം ചെന്നുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആ വേദിയിൽ ഞാൻ ചോദിച്ചു, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ തൊപ്പിയിട്ട് മദ്രസയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ കാണാം. കയ്യിൽ ബുക്കും പേനയുമായി 7 മണി സമയത്ത് ബൈബിൾ ക്ലാസ്സിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ കാണാം. ശാസ്ത്രബോധം മനസ്സിലാക്കുവാൻ വേണ്ടി ശാസ്ത്രബോധ ക്ലാസ്സിലേക്ക് പോകുവാൻ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ശാസ്ത്ര ക്ലാസ് നിങ്ങൾ തുറന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല. ആ ക്ലാസ്സുകൾ ഉണ്ടാക്കേണ്ട പണി കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കെണിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇങ്ങനെയുള്ള മിഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പോകുന്ന കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അവർ സ്വാഭാവികമായും നമ്മുടെ തലച്ചോറിൻ്റെ രീതി തന്നെ നമ്മളെപ്പോഴും ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഓൾവേസ് പ്രിപ്പയർഡ് ടു ബി ഫൂൾഡ് എന്ന് പറയും. നമ്മൾ വിഡ്ഢിയാക്കപ്പെടാൻ തയ്യാറായി നിൽക്കുക നമ്മുടെ തലച്ചോറ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്. അതിൽ നിന്നും വീണ് പോകാതിരിക്കുവാനുള്ള കാര്യമായ പ്രവർത്തനം നമ്മൾ നടത്തണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ മിഡ് ബ്രെയിൻ പറയാൻ തന്നെ നമുക്ക് മിഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടത്താത്ത സാധാരണ രീതിയിലുള്ള കുട്ടികളാണിവർ. ഇവരോരോരുത്തരും ഞങ്ങളുടെയൊക്കെ മക്കൾ കൂടിയാണ്. വിശദമായിട്ട് ഇതിനെ പരിചയപ്പെടാം. ഇവർക്കൊന്നും പ്രത്യേക ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം മിഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റുകാർ ചെയ്യുന്ന ചെപ്പടി വിദ്യകൾ പോലെ സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സാധാരണ രീതിയിൽ ഉള്ള തട്ടിപ്പുകൾ മാത്രമാണ്. ആദ്യമായിട്ട് ഇപ്പം നമുക്കറിയാം ഏതൊരു സാധനം, ഇപ്പോൾ കണ്ണൻ അത് വിശദമായി പറഞ്ഞു. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. കണ്ണ് എന്ന ഇന്ദ്രിയം കൊണ്ടാണ് നമ്മൾ കാഴ്ച തിരിച്ചറിയുന്നത്. നാവ് കൊണ്ടാണ് രുചി തിരിച്ചറിയുന്നത്. ശബ്ദം കേൾക്കുന്നത് കാതുകൊണ്ടാണ്.
പക്ഷേ ഈ ഇന്ദ്രിയങ്ങളിലൊക്കെ ഒരാളില്ലെങ്കിൽ ആ ജോലി മറ്റൊരാൾ ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ള തമാശയാണ് ഇവർ പറയുന്നത്. അതായത് കണ്ണുകൊണ്ടല്ലാതെ ഒരു കാര്യം എന്താണ് എന്ന് കണ്ടു തിരിച്ചറിയാം, മറ്റിന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരു ചെറിയ പരിപാടി. ഇവരുടെ കണ്ണുകൾ മറച്ചിട്ട്, കാഴ്ച പൂർണ്ണമായി മറച്ചിട്ട് കാഴ്ചയുടെ ധർമ്മം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു സർജറിക്ക് വിധേയമാകുമ്പോഴും അതുപോലെയുള്ള സമയത്തൊക്കെ കാഴ്ച പൂർണ്ണമായി മറയ്ക്കുന്നതിന് കറുത്ത തുണി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറുത്ത മൂടുപടം ഉപയോഗിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണ് പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ഇനി നമുക്ക് മറ്റ് പരിപാടിയിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയിലെ പരിണാമത്തിലെ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മളെ കുറുക്കു വഴികൾ തേടിയിരുന്നു. എപ്പോഴും എന്തും എളുപ്പത്തിൽ സാധിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുന്നിൽ ആടുമാഞ്ചിയും തേക്കും, അത്ഭുതസിദ്ധി മോതിരവും, ഏലസും, വലംപിരിശങ്കും, ഫ്ലാറ്റ് തട്ടിപ്പും, ആഡംബര ഫ്ലാറ്റ് തട്ടിപ്പും, ഇപ്പോൾ ഇതാ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന രീതിയിൽ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ 2 ദിവസം കൊണ്ട് അവൻ്റെ 3-ാം കണ്ണ് തുറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുത സിദ്ധികൾ നടത്താൻ കഴിയുന്ന, കണ്ണ് കെട്ടി വായിക്കാൻ കഴിയും, മറ്റ് രുചിച്ച കാർഡുകൾ എന്താണെന്ന് പറയാൻ പറ്റും. അങ്ങനെ അത്ഭുതങ്ങൾ നടത്തുന്ന ഒരു അവതാരം കൂടെ എത്തിയിരിക്കുന്നു, മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ. ഇന്ന് ലോകത്തിലുണ്ടായിട്ട് എല്ലാ അത്ഭുതങ്ങളെയും യുക്തിവാദ സംഘങ്ങൾ അല്ല ശാസ്ത്ര സംഘങ്ങൾ അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെയും ഒരു അത്ഭുതം പോലും ലോകത്തിലെ മനുഷ്യനതീതമായ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, ദിവ്യമായ ഒരു അത്ഭുതം പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പിൻബലത്തോട് കൂടി തന്നെയാണ് യുക്തിവാദ സംഘം ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇവിടെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻകാർ പറയുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന മാനസികമായും ശാരീരികമായും ഉള്ള വികാസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവരോട് ഞാൻ അവിടെ പോയി കണ്ട ആളായതുകൊണ്ട് ആ കഴിവുകൾ കണ്ടു ചോദിച്ചു. കുട്ടികൾ അവരുടെ ഒരു 25 സെൻറ്റിമീറ്റർ അകലത്തിൽ മാത്രം പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ആ 25 സെൻറ്റിമീറ്റർ അകലത്തുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഞാനപ്പോൾ ആ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എങ്കിൽ നമുക്ക് എത്രയോ കണ്ണ് കാണാൻ പറ്റിയ ആൾക്കാരുണ്ട്, അവർക്ക് കാഴ്ച കിട്ടുന്നത്, അവർക്ക് ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ച കിട്ടുമല്ലോ. അപ്പോൾ ആ പുള്ളി വളരെ വിദഗ്ധനായിരുന്നു, നല്ലൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് എന്നെ വിളിച്ചു. സാറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു, ഞങ്ങൾ അതിനുള്ള പ്രൊജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രൊജക്റ്റ് 2 മാസം വരുന്നു. ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞു, ആ പ്രൊജക്റ്റ് വന്നില്ല. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുത്തുമില്ലെന്ന് നമുക്കറിയാം. കണ്ണ് കാഴ്ച ഇല്ലാത്ത ഒരാളിനെങ്കിലും കാഴ്ച അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശാസ്ത്രം എത്രയോ ഇത് കാര്യങ്ങൾ ഏറ്റെടുത്ത് തന്നെ. അപ്പം ഇതൊരു തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ഇന്ന് അവർ പല പ്രാവശ്യം ഞങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്, നേരിട്ട് സംസാരിക്കാം, എന്താ വെച്ചാൽ കാര്യങ്ങൾ കണ്ടു പറയാം, നേരിട്ട് പറയാമെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ കൂട്ടുകാരോട്ട് സംസാരിച്ചിട്ട് ചെയ്യാം, നമുക്ക് ഇത്രയും രൂപയുടെ വെല്ലുവിളിയുണ്ട്. ഇന്നിപ്പം കണ്ണൻ പറഞ്ഞ പോലെ 6 കോടി രൂപയുടെ വെല്ലുവിളിയുണ്ട്. അത് ഏറ്റെടുത്ത് നിങ്ങൾ ഈ 25,000 കുട്ടികളെ നിന്ന് വാങ്ങിക്കേണ്ട, ഇത് തെളിയിക്കാമെങ്കിൽ 6 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. ആ വെല്ലുവിളി ഏറ്റെടുത്ത് തെളിയിച്ചിട്ട് അത് വെച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് വികസിപ്പിച്ച് കൊണ്ടുപോവുക, അത് ചെയ്യാനാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്. അത് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിഡ് ബ്രെയിൻ എന്നത് ഒരു തട്ടിപ്പാണെന്നും അതിന് മാജിക്കിൻ്റെ ഒരു ഭാഗം മാത്രം ചേർത്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നും അത് ഏതാനും മണിക്കൂറുകളുടെ മാത്രം പ്രാക്ടീസ് ലഭിച്ച കുട്ടികളെ കൊണ്ടിവിടെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നിവിടെ തെളിയിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഒരു കാർഡിലെ ചിത്രങ്ങളെ അല്ലെങ്കിൽ അക്ഷരങ്ങളെ അറിയുന്നത് കണ്ണിലെ കാഴ്ചകൾ കൂടിയാണ്. അത് ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ കഴിയത്തില്ല, അത് കണ്ണനിലൂടെ പറഞ്ഞാണ്. പക്ഷേ മിഡ് ബ്രെയിൻ്റെ ആൾക്കാർ അത് കാർഡിൻ്റെ കളറുകളും അതിൻ്റെ ചിത്രങ്ങളും പറയാൻ അവർക്ക് സാധിക്കും. അത് തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ കാർഡ് കുട്ടികളുടെ കാർഡാണ്, യുനോ കാർഡ് എന്ന് പറയുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു കാർഡാണ്. ആ കാർഡിൽ ഒരു കാർഡ് ഞാൻ ഷഫിൾ ചെയ്തിട്ട് ഒരു കാർഡ് സോണയ്ക്ക് കൊടുക്കും. സോണ അതിനകത്തുനിന്ന് ശബ്ദം കൊണ്ട് അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്.
8 zebra. അത് സീബ്രയുടെ ഒരു കാർഡാണ്, നമ്പർ 8 ആണ്. അതാണ് സോണ പറഞ്ഞത് 8 സീബ്ര എന്ന് പറഞ്ഞത്. അടുത്തവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ സ്പർശനത്തിലൂടെയാണ് കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു ചിത്രം മനസ്സിലാക്കാൻ സ്പർശനത്തിലൂടെ നടക്കത്തില്ല. പക്ഷേ മിഡ് ബ്രെയിൻകാർ പറയുന്നു നടക്കുമെന്ന്. അത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുവാൻ നോക്കുകയാണ്. അനന്തു. +2 monkey. അത് മങ്കിയുടെ കാർഡായിരുന്നു. അതിനകത്ത് +2 എന്ന് എഴുതിയപ്പോൾ നമ്പർ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ നമ്പറും വായിച്ചു, ആ കാർഡ് ഏതാണെന്ന് പറയാൻ സ്പർശനത്തിലൂടെ അനന്തുവിന് സാധിച്ചു. ഒരു കാർഡിനെ മണത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് അറിഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ആകാശ് ശ്രമിക്കുന്നത്. Number 1 lion. അത് ലയൻ്റെ കാർഡായിരുന്നു. അതിൽ നമ്പർ 1 ആണ്. അത് ആകാശം തിരിച്ചറിഞ്ഞു. ഒരു കാർഡ് സ്വാദ് അറിഞ്ഞുകൊണ്ട് സ്വാദ് നോക്കിയിട്ട് ആ കാർഡിലെ ചിത്രങ്ങളെ പറ്റി പറയാൻ ശ്രമിക്കുകയാണ് അനുജ. Number 9 elephant. കണ്ണ് കെട്ടിയാലും കാഴ്ച ലഭിക്കുമോ? കാഴ്ച ലഭിക്കത്തില്ല. കറുത്ത തുണി കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. കണ്ണിൻ്റെ കാഴ്ച ലഭിക്കാതിരിക്കാൻ കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആദിത്യൻ. +2 monkey. +2 മങ്കി. ആ കാർഡും ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കാർഡിൽ കൊടുത്ത എല്ലാ കാർഡുകളും കുട്ടികൾ വളരെ വ്യക്തമായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് ദിവസങ്ങളോട് പരിശീലനം ഒന്നും കൊടുത്തില്ല. ഏതാനും മണിക്കൂറുകൾ കൊടുത്ത പരിശീലനം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മാജിക്കിൻ്റെ ഒരു ഭാഗവുമുണ്ട്. ഇതിന് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത്രയും നേരം നമ്മൾ ചെയ്തത് തൊട്ടടുത്ത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു മാജിക് എന്ന് തന്നെ പറയാം, മാജിക്കായിരുന്നു. ഇനി ഈ ബോളുകളെ പല കളറിലുള്ള ബോളുകളാണ്. അത് താഴെ വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ഓരോരുത്തരും ആ സൗണ്ട് കേട്ടിട്ട് ആ ബോളിൻ്റെ കളർ എന്താണെന്ന് പറയുവാണ് ഇവിടെ ശ്രമിക്കുന്നത്. നമ്മൾ കുറച്ച് ബോളുകളുണ്ട്. ഇതിന് ആരെങ്കിലും വന്നിട്ട് ആ ബോൾ എടുത്ത് നേരത്തെ കിട്ടിയ സൗണ്ട് കേൾപ്പിക്കാം. ഇല്ല, ഒരു മിനിറ്റ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. സൗണ്ട് വരുന്നുണ്ട്. ബോൾ ഇടാൻ പോവുകയാണ്. ആ അനന്തു, ആ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അനന്തുവിന് കേൾക്കാൻ പറ്റിയോ സൗണ്ട്? Once again please. ആ സൗണ്ട് വീണ്ടും ഒന്നുകൂടെ കേൾപ്പിക്കുക. അനന്തു, ഇപ്പൊ സൗണ്ട് കേട്ടില്ലേ? റെഡ്. ചുവപ്പാണ്, റെഡ് എന്നാണ് കുട്ടി പറഞ്ഞത്. ഇനി വേറെ ഒരാൾക്ക് വേണമെങ്കിലും ചെയ്യാം. സാറിന് ഒന്നോട്ടോളൂ. അടുത്ത ബോൾ ഇടുകയാണ്, ശ്രദ്ധിച്ചോളൂ. സാർ ഒരു പ്രാവശ്യം ഇട്ടു, ഒന്നുകൂടി ഇടട്ടെ ആ സൗണ്ട് ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടി. ആദ്യത്തിന് ആ നമ്പർ പറയാൻ പറ്റുമോ? ബോൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഉറക്കെ പറയും. ഗ്രീൻ, പച്ച. ആ ബോൾ ആദ്യത്തിന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ബോൾ എറിഞ്ഞിട്ട് നമ്മുടെ ഈ കുട്ടികളുടെ ഘ്രാണശക്തിയെ ഒന്ന് പരീക്ഷിക്കുക. കേൾക്കാൻ പറ്റിയോ? അനുജ ഒന്ന് പറയാമോ ഈ സൗണ്ട് ഏതാന്ന്? വയലറ്റ്. ഓക്കെ.
അപ്പം ശബ്ദത്തിലൂടെയും ഈ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റും. മിഡ് ബ്രെയിൻകാർക്ക് ഏറ്റവും അടുത്ത ഈ 25 സെൻറ്റിമീറ്റർ അടുത്ത് നിന്നുകൊണ്ടുള്ള പുസ്തകം വായനയും മറ്റു കഴിയത്തുള്ളെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് ദൂരത്തുള്ള സൗണ്ട് പോലും കേട്ട് അതിൻ്റെ എന്താ കളർ എന്നുള്ളത് പറയാൻ സാധിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് വലിയ 25,000 രൂപ ചിലവൊന്നുമില്ല. ഇവരെ ഇത്തിരി പരിശീലനം കിട്ടാൻ ഒത്തിരി മാജിക്ക് അറിയാവുന്ന ഒരാളുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പഠിപ്പിക്കും. ഇനി മിഡ് ബ്രെയിൻകാർ പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു ഇതാണ് പുസ്തകം വായന. അവർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കണ്ണ് കെട്ടി പുസ്തകം വായിക്കാൻ സാധിക്കുമെന്നാണ്. കണ്ണ് കെട്ടി പുസ്തകം വായിക്കാൻ സാധിക്കും. അത് നമുക്കിവിടെ നിന്ന് ശ്രമിച്ചു നോക്കാം. കുട്ടികൾ വായിക്കാറുള്ള എൻ്റെ നാടോടി കഥ എന്നൊരു പുസ്തകമാണിത്. അതിനകത്ത് ഒരു കഥ വായിക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ സമീപിച്ച് നോക്കാം. വായിക്കാൻ പറ്റുന്നുണ്ടോ? മണ്ണാങ്കട്ടയും കരിയിലയും. വളരെ വർഷങ്ങൾക്ക് മുൻപ് അഗാധമായൊരു താഴ്വരയിൽ വളരെ വിചിത്രമായ 2 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ഒരു കരിയിലയും മണ്ണാങ്കട്ടയുമായിരുന്നു അവർ. ഇരുവരും അന്ന് ആ താഴ്വരയിൽ ഒരു വിളിപ്പാടകലെയായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് പരസ്പരം കാണുവാനും സംസാരിക്കുവാനും കഴിയുമായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൂടെ മിഡ് ബ്രെയിൻകാർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറം ഇവ കുട്ടികളെ കൊണ്ട് കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടുത്തെ സമയക്കുറവും മറ്റുള്ളത് കൊണ്ട് അടുത്ത പരിപാടിയിലൂടെ ഈ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനേക്കാളും ഈ ക്ലാസ്സുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത്തരം ക്ലാസ്സുകൾ ഇവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തും. അവരൊന്ന് പരിചയപ്പെടുത്തുന്ന വയ്ക്കും. എൻ്റെ പേര് അനന്തു. ഞാൻ എരമല്ലൂരിൽ നിന്ന് വരുന്നു. അരൂർ സെൻറ് അഗസ്റ്റിൻ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ദിവ്യാത്ഭുതങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ പേര് ആകാശ് എബി. ഞാൻ കുമ്പളത്തിൽ നിന്ന് വരുന്നു. അരൂർ അവളൊരു മെസ്സി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് എൻ്റെ ക്ലാസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആകാശാണ്. എൻ്റെ പേര് സോന. ഞാൻ ഉയമ്പേരിൽ നിന്ന് വരുന്നു. ഞാൻ ശ്രീനാരായണ സ്കൂളിൽ പഠിക്കുന്നു, പൂത്തോട്ട. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ വയലിൽ നിന്ന് വരുന്നു. ശ്രീനാരായണ സ്കൂളിൽ പഠിക്കുന്നു. 7ലാണ്. എൻ്റെ പേര് അനുജ. ഞാൻ 9th പഠിക്കുന്നത്. എളമക്കരയിൽ നിന്ന് വരുന്നു. സെൻറ് ട്രീസ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ ചെയ്ത മാജിക്കിൻ്റെ ഒരു ട്രിക്ക് തന്നെയാണ്. കണ്ണ് കെട്ടിയാലും കണ്ണിൻ്റെ ഈ സൈഡിൽ കൂടെ അവർക്ക് കാഴ്ച ലഭിക്കും. അവർ കാർഡ് എടുക്കുമ്പോൾ ആ കാർഡുകളൊക്കെ അറിയാതെ തന്നെ അവരെ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മുഖത്തിലോട്ട് ഉയർത്തുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടാണ് ആ കാർഡ് ഉയർത്തുന്നതും നിങ്ങളുടെ അടുത്ത് പറയുന്നതും. അതാണ് അത് ഉപയോഗിച്ച മാജിക്ക്. ഇത് തന്നെയാണ് മിഡ് ബ്രെയിൻകാരും ഉപയോഗിക്കുന്നത്. അവർ ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ കുട്ടികൾ തല താഴ്ത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവിടെ വെച്ചാണ് അവർ ഈ പുസ്തകങ്ങൾ വായിക്കുകയും മറ്റും ചെയ്യുന്നത്. പിന്നെ ഈ മിഡ് ബ്രെയിൻകാരും നമ്മുടെ അടുത്ത് അവരെ തരുന്ന മാസ്ക് വെച്ച് കെട്ടുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് കെട്ടുമ്പോൾ അതിൻ്റെ രീതിയിൽ മാറ്റം വരുത്തും. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാജിക്കുകാർക്ക് അറിയാൻ പറ്റും. എവിടെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത് അറിയാൻ പറ്റും. അത് ചെറിയ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ കാഴ്ച കിട്ടും. ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. അറിയാമോ, ഇത് നമ്മുടെ ഇതിലോട്ട് തരുമ്പോൾ അത് കാഴ്ച കിട്ടില്ല. കുട്ടികളെ ആദ്യം കൊണ്ടുവരുന്ന കുട്ടികളെ മിഡ് ബ്രെയിൻ പഠിക്കാൻ വരുന്ന കുട്ടികളെ ആദ്യം കാഴ്ച കിട്ടില്ലാത്ത രീതിയിലായിരിക്കും അവർ കിട്ടുന്നത്. അപ്പോൾ അവർ കാണത്തില്ല എന്ന് പറയും. കുറേശ്ശെ കാഴ്ച കാണിച്ചു കൊടുക്കും. നിങ്ങൾ നോക്കുന്നു പറയും. നിങ്ങളുടെ 3ാം കണ്ണ് തുറക്കോ എന്ന് പറയുമ്പോൾ അവർ അറിയാതെ തുറന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഒരു ചെറിയ ലൈറ്റിലൂടെ ഒരു ചെറിയ പ്രകാശം കാണുന്നുണ്ട്. അവിടെ അവർ വെച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കുറേശ്ശെ കാണുന്നുണ്ട്. കുട്ടികൾ കള്ളം പറയുന്നതല്ല, അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതാണ്. മനഃപൂർവ്വം അവരെ ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർ കാണുന്ന ഒരു ചെറിയ പ്രകാശത്തിലൂടെ എന്തോ വസ്തുത എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം 2 കണ്ണുകളും പിന്നെ നമ്മുടെ ചപ്പാത്തി മാവ് ഉപയോഗിച്ച് നന്നായിട്ട് സീൽ ചെയ്ത് അതിനുശേഷം കറുത്ത ബാൻഡ് വെച്ച് കെട്ടി അതിനുശേഷം മാസ്ക് ധരിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കണം എന്നാണ് നമ്മുടെ സംഘാടകർ പറയുന്നത്. ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോവാം. ഇത് ആട്ടയാണ്, ചപ്പാത്തി മാവാണ്. ഓക്കെ അല്ലേ?
വണ്ടി കൈകൊള്ളണോ വണ്ടി കാണോ ഇതല്ലേ ഇതല്ലേ വണ്ടി എടുത്ത് വെച്ചായിരുന്നു ഇതല്ലേ ഗോവനൊന്ന് ബൈക്ക് എടുക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യല്ലേ? ചെറിയ ബുള്ളറ്റാണ് ഞാൻ പറയുമ്പോൾ ഓടിയാൽ മതി. പതുക്കെ ഓടിച്ചാൽ മതി. പതുക്കെ 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 അഴിച്ചു നോക്കാം അഴിച്ചു നോക്കാം. അത് കാണിക്കാം. പശ ഒട്ടിയിരിക്കുന്നത് ഇളക്കി നോക്കാം. കാരണം അടഞ്ഞാണ് ഇരിക്കുന്നത്. മൈദയാണ്. ഇതിൽ കൂടുതൽ സീറ്റിംഗ് എന്താണ് മിഡ് ബ്രെയിൻ അല്ല, ഫോർ ബ്രെയിൻ. പുള്ളിക്ക് എക്സ്ട്രാ ബ്രെയിൻ ഉണ്ട്. വീഡിയോ